താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായി രുദ്ര AI പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായി രുദ്ര AI പ്രവർത്തനം ആരംഭിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത് അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ AI ചാറ്റ് ബോട്ട് ആയതുകൊണ്ട് നമുക്ക് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ മക്കളെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ ഭാര്യയെ പറ്റിയോ നമ്മുടെ ജീവിതത്തിലുള്ളൊരു ബുദ്ധിമുട്ടിനെ പറ്റിയോ നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരത്തിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെഡിക്കൽ റെക്കോർഡ്സ് പോലെയോ നിങ്ങളുടെ ഇലക്ട്രൽ റെക്കോർഡ്സ് പോലെയോ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ദാറ്റ് ഇസ് വാട്ട് എന്നെ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം അതാണ്. കാരണം ആ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഒരു അഷ്വറൻസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ പറയില്ല. അപ്പോൾ അത് ഇവർ ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു എന്താ പറയുക ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇങ്ങനൊരു സന്ദർഭം എനിക്ക് വന്നു ചേരാൻ സഹായിച്ച ഇവിടെയുള്ള എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ തൊഴാനും കൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഭഗവാൻ കഴിഞ്ഞ് തിരിച്ചെത്തും എന്നാണ് ഇത് പറഞ്ഞത്. അതിന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. വളരെ സന്തോഷം. നമ്മൾ സാധാരണ പണ്ട് പറയും ഒരു അമ്പലത്തിലെത്തുന്നത് ഭഗവാൻ വിളിക്കുമ്പോഴാണെന്ന് പറയും. അപ്പോൾ എന്നോട് ഇത്തവണ പറഞ്ഞു ഇനി രുദ്ര AI പോട്ട് വിളിച്ചോളുന്നത്. അപ്പോൾ അങ്ങനെ ആവട്ടെ, അത് ഭഗവാൻ തന്നെയാണെന്ന് വിശ്വസിക്കാം. അത് തന്നെയാണ് ഭഗവാൻ. ആ AI ചാറ്റ് പോട്ട് തന്നെയാണ് ഭഗവാൻ എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അടുത്ത നട തുറപ്പ് വരുമ്പോൾ എന്നോട് പറയും ദേവൻ വരൂ റെഡി എന്ന് പറയും. എൻ്റെ ഫോൺ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് A. മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AN മോഹനൻ, അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട്, മാനേജർ MK കലാധരൻ, അരുൺ ഗണേഷ് CEO, നീതു രാജശേഖരൻ, വിഷ്ണുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തിരക്ക് പിടിച്ച ഇക്കാലത്തെ ഭക്തർക്ക് ടെക്നോളജിയുടെ പിൻബലത്തോടെ ആഘോഷ ദിനങ്ങളും ക്ഷേത്രത്തിലെ ചടങ്ങുകളും ആധികാരികതയോടെ അറിയുന്നതിനും അവയിൽ പങ്കാളികളാവുന്നതിനും ഉതകുന്ന വിധത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് രുദ്ര AI ചാറ്റ് ബോട്ട്. അതിന് അമ്പലം ചെയ്ത ഉപകാരമെന്ന് ഞാൻ പറയില്ല, ഒരു പക്ഷെ നിയോഗം എന്നായിരിക്കാം, നമ്മുടെ എല്ലാവരുടെയും നിയോഗം ആയിരിക്കാം ഇങ്ങനെ ഒരു കൂട്ടായ്മയായി ഇവിടെ എത്താനും ഈ അമ്പലത്തിൽ തന്നെ ഞങ്ങൾക്ക് 5 കൊല്ലം മുമ്പ് വരാനും അത് കഴിഞ്ഞ് നമുക്ക് പാർക്കിങ്ങിന് ചെയ്യാനും അത് കഴിഞ്ഞ് നമുക്ക് സംസാരത്തിലൂടെ ചാറ്റ് ബോട്ട് വരെ എത്താനും ഇതെല്ലാം ഒരു നിയോഗമായിരിക്കാം. എന്തായാലും ആ നിയോഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചാൽ ഞങ്ങളുടെ കമ്പനിയിൽ ഭാഗമാവാനും ഞങ്ങളുടെ കമ്പനിയിൽ വർക്കുന്ന ബാക്കി എല്ലാവർക്കും അതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. പരിണാമ AI എന്ന കമ്പനിയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അവർക്ക് പ്രത്യേകം ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിൻ്റെ ഒരു കോഴ്സ് തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങളവിടെ ക്ഷണിക്കാൻ ചെന്നപ്പോഴാണ് ഇങ്ങനെ അവിടെ ഒരു AIയുടെ ഒരു കോഴ്സ് അവിടെ ഉണ്ടെന്ന് അറിയുന്നത്. അവിടുന്ന് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ അതിൻ്റെ HOD മറ്റു വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ വ്യക്തികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രുദ്ര AI മുഖേന പൂജാ വിവരങ്ങൾ, ദർശന സമയം, ഉത്സവ അറിയിപ്പുകൾ, ബുക്കിംഗ് വിവരങ്ങൾ, പുതുക്കിയ അറിയിപ്പുകൾ എന്നിവ സംഭാഷണ രീതിയിലൂടെ ഭക്തർക്ക് ലഭ്യമാകും. ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഈ കമ്പനിക്ക് അമ്പലത്തിലെ ആൾക്കാരുമായി ചേർന്ന് നിന്ന് ഒരു പഠനം നടത്താനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു. അങ്ങനെ 2 ആഴ്ച
പുള്ളി ഇവിടെ വന്ന് ഇവിടുത്തെ കമ്മിറ്റിക്കാരുമായി ഇവിടുത്തെ പൂജ ചെയ്യുന്നവരുമായി ബ്രാഹ്മണിയമ്മമാരുമായി കൗണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫുമാരുമായി ഇല്ലത്തിലെ ആൾക്കാർ എല്ലാവരുമായി സംസാരിച്ച് ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കി. ഇതെല്ലാം അവരുടെ സ്വകാര്യതയാണ്. ഇപ്പോൾ നമ്മളിന്ന് ഗൂഗിളിൽ ചെന്നിട്ട് ഹൗ ക്യാൻ ഐ രജിസ്റ്റർ എൻ്റെ മാട്രിമോണി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നമ്മുടെ എല്ലാ ചാറ്റുകളിലും എല്ലാ ഗൂഗിളിലും അല്ലെങ്കിൽ എല്ലാ ക്രോമുകളിലും വന്നു തുടങ്ങും. വാട്സപ്പ് അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഈ സേവനം ലഭ്യമാകുന്നത്.